ഒന്ന്. ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം എവിടെ? ലാൽ ബഹദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം എവിടെ? എ. ഉത്തരാഖണ്ഡിലെ മുസൂറിയിലാണ്. 2. ആരുടെ ആത്മഹത്യയിൽ മാനം നൊന്താണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചത്? ആരുടെ ആത്മഹത്യയിൽ മാനം നൊന്താണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചത്? ഉത്തരം ഇടപ്പള്ളി രാഘവൻ പിള്ള. 3. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം പീനിയൽ ഗ്രന്ഥി. 4. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തെ നാട്ടുരാജ്യം ഏത്? സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തെ നാട്ടുരാജ്യം ഏത്? ഉത്തരം തിരുവിതാംകൂർ. 5. സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെ നിന്നുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്? ഉത്തരം ചെങ്കോട്ട. 6. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം വിശാഖപട്ടണം. 7. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഏലം. 8. ശരീരത്തെ രുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത്? ശരീരത്തെ രുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത്? ഉത്തരം വൃക്ക. 9. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ രണ്ടാമത്തെ മലയാളി ആര്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ മലയാളി ആര്? ഉത്തരം രാജ രവിവർമ്മ. 10. 61-ാം ഭേദഗതിയിലൂടെ 1989 വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 61-ാം ഭേദഗതിയിലൂടെ 1989 വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. 11. ലോകത്തിലെ പ്രമുഖ വികസിത രാജ്യങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? ലോകത്തിലെ പ്രമുഖ വികസിത രാജ്യങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. 12. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം ഏത്? ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം ഏത്? ഉത്തരം തുമ്പ, തിരുവനന്തപുരം ജില്ല. 13. വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആര്? വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. 14. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം? ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം? ഉത്തരം 1925. 15. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത്? കേരള കുംഭമേള എന്നറിയപ്പെടുന്നത്? ഉത്തരം മകരവിളക്ക്. 16. ലോകത്തിൻ്റെ സമാധാന തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ലോകത്തിൻ്റെ സമാധാന തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ജനീവ. 17. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആര്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആര്? ഉത്തരം സർദാർ KM പണിക്കർ. 18. സയന്റിഫിക് സോഷ്യലിസത്തിൻ്റെ പിതാവ് ആര്? സയന്റിഫിക് സോഷ്യലിസത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം കാർൽ മാർക്സ്. 19. സരസ്വതി സമ്മാനം നൽകുന്നത് ആര്? സരസ്വതി സമ്മാനം നൽകുന്നത് ആര്? ഉത്തരം KK ബിർള ഫൗണ്ടേഷൻ. 1990 ഇത് ആരംഭിച്ചത്. 1991 ഇത് ആരംഭിച്ചത്. 20. ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷി ഏത്? ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷി ഏത്? ഉത്തരം യമു. 21. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം ഏത്? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1964. 22. ചെസ് ഓസ്കാർ നേടിയ റഷ്യക്കാരൻ അല്ലാത്ത ആദ്യ താരം ആര്? ചെസ് ഓസ്കാർ നേടിയ റഷ്യക്കാരൻ അല്ലാത്ത ആദ്യ താരം ആര്? ഉത്തരം വിശ്വനാഥ് ആനന്ദ്. ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് ഇപ്പോൾ ഇദ്ദേഹം. 23. ലോകത്താദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? ലോകത്താദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. 24. വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ഏത്? വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. 25. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ജമ്മു കാശ്മീർ. 26. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏത്? കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം? ഉത്തരം വയലിൻ. വയലിനാണ് കേട്ടോ. കർണാടക സംഗീതോപകരണത്തിലും ഹിന്ദുസ്ഥാനി ഉപകരണത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണെന്ന് ചോദിച്ചത് വയലിനാണ്.
27 ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കറുവാത്തോട്ടം ഏത്? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കറുവാത്തോട്ടം ഏത്? ഉത്തരം അഞ്ചരക്കണ്ടി. 28 സിന്ധു പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത്? സിന്ധു പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത്? ഉത്തരം സത്ലജ്. 29 ലോകത്തിലെ ആദ്യത്തെ ദൃഢലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം ഏത്? ലോകത്തിലെ ആദ്യത്തെ ദൃഢലിഖിത ഭരണഘടന നിലവിൽ വന്ന രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. 30 കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത ആര്? കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത ആര്? ഉത്തരം KR ഗൗരി. 31 ലോകത്തിൽ കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏത്? ലോകത്തിൽ കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏത്? ഉത്തരം ആൽപ്സ്. 32 ഗോബി മരുഭൂമി ഏത് രാജ്യത്താണ്? ഗോബി മരുഭൂമി ഏത് രാജ്യത്താണ്? ഉത്തരം മംഗോളിയ. 33 ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ്? ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ്? ഉത്തരം ചൈന. 34 ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ആര്? ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവ് ആര്? ഉത്തരം ജോർജ് അഞ്ചാമൻ. 35 സ്വാതന്ത്ര്യത്തിനു മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആര്? സ്വാതന്ത്ര്യത്തിനു മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തം ഏത്? ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തം ഏത്? ഉത്തരം ഗാർബ. 37 സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം. ഉത്തരം 1921. 38 സർദാർ സരോവർ പദ്ധതി ഏതു നദിയിലാണ്? സർദാർ സരോവർ പദ്ധതി ഏതു നദിയിലാണ്? ഉത്തരം നർമ്മദ. 39 കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. 40 ഡൽഹിയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര്? ഡൽഹിയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര്? ഉത്തരം അലാവുദ്ദീൻ ഖിൽജി. 41 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച വർഷം. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച വർഷം. ഉത്തരം 1934. 42 കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്. കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഇരുമ്പും കൽക്കരിയും. 43 കറാച്ചി ഏത് നദിയുടെ തീരത്താണ്? കറാച്ചി ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം സിന്ധു. 44 ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച മലയാളി നയതന്ത്രജ്ഞൻ ആര്? ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച മലയാളി നയതന്ത്രജ്ഞൻ ആര്? ഉത്തരം KPS മേനോൻ. 45 1947 കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം. 1947 കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം തൃശൂർ. 46 ഡൽഹിയിൽ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ആര്? ഡൽഹിയിൽ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ആര്? ഉത്തരം ഔറംഗസേബ്. 47 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. 48 മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ജബൽപൂർ. 49 1887 കലാപകാലത്ത് നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? 1887 കലാപകാലത്ത് നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? ഉത്തരം കാൺപൂർ. 50 ഹിമാലയത്തിന്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകൾ. ഹിമാലയത്തിന്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകൾ. ഉത്തരം ശിവ.